ഇന്നലെ ഇവിടെ പട്ടിണിയായിരുന്നു. ഇന്നും ഒരു അരി പോലും ഇല്ല മേഡം ഞങ്ങൾക്ക് കഞ്ഞി വയ്ക്കാനായിട്ട്. എന്നും ഈ 2 വീട്ടിൽ ഇത് തന്നെ. ഒരാളാണെങ്കിൽ മുണ്ടിയാണ്, അത് ജോലിക്കൊന്നും ഇറങ്ങി പോകത്തില്ല. അവരമ്മയും മകളും മാത്രം. സ്മൃതി, നമുക്ക് ഇവരുടെ അടുക്കള ഒന്ന് കാണണം. വരും, ഇവരുടെ അടുക്കള ഒന്ന് നമുക്ക് നോക്കാം. ഹലോ, കേൾക്കാം മേഡം. കേൾക്കുന്നുണ്ട്. മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ജീവിതാവസ്ഥ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഈ വീട് ഒന്ന് നോക്കും മേഡം. കാണാം. മന്ത്രി നിയോഗിച്ച സംഘം എന്തായാലും അവിടെ എത്തും. റിപ്പോർട്ട് ഇന്ന് തന്നെ തേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഡം, എരിയാത്ത അടുപ്പ്, സാധനങ്ങളും അരിയൊന്നും ഇല്ല. ഇല്ല സാറേ, ഇതൊക്കെ ആരെങ്കിലും ഒക്കെ തരുന്ന തുണികളൊക്കെയാണ് സാറേ. ഇതൊക്കെ പഴയ ഈ തുണികളൊക്കെ എവിടുന്ന് കിട്ടി? നമ്മളെ ടീച്ചർമാര് പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് നമ്മൾ എന്തായാലും പരിഹാരം ഉണ്ടാക്കും. ടീച്ചർമാരുടെ ഒക്കെ പോയി പറയുമ്പോ അവരെ കൊച്ചുങ്ങള് പഴയ ഡ്രസ്സുകളൊക്കെ തരും. അപ്പൊ ഇപ്പൊ ഇന്ന് വെക്കാനുള്ള അരി ചോറ് വെച്ചില്ലേ? ഇല്ല, ഉച്ചക്ക് ഒന്നുമില്ല. അപ്പുറത്തെ വീട്ടില് അവിടെ നിങ്ങളുടെ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കാണും ഉറപ്പായിട്ടും. ഒന്നും പട്ടിണി തന്നെ സാറേ ഇവിടെ. സ്മൃതി, സങ്കടമാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇക്കാര്യം അത് ചോദിക്കാൻ മറന്നുപോയി. അവസാനമാണ് നമ്മൾ ഈ വീടിന്റെ കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചതും അവസാനമാണ് നമ്മൾ ഇക്കാര്യത്തിലേക്ക് വന്നത്. അവർക്ക് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല സ്മൃതി, യാഥാർത്ഥ്യമാണ്. അരിയില്ല ഈ വീട്ടിൽ. ചേച്ചി, എന്തെങ്കിലും ഉണ്ടോ? അരിയുണ്ടോ ഇന്ന് ഉച്ചക്കിന് വെള്ളം കുടിച്ച് വയറുന്നറിയിക്കാം. ഇന്നലെ താഴത്തെ വീട്ടിൽ നിന്നാണ് ഇതിൽ ആഹാരം നമുക്ക് എല്ലാവർക്കും തന്നത്. ഇത് ഇന്നലെ ആക്കിയത്? ഇന്നലെ തന്നതാ. അപ്പുറത്തെ ഇതിലാണോ അരി വെക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ അതില്? ഇല്ല, അതിലൊന്നും ഇല്ല സാറേ. സാറിന് നോക്കാം, ഞാൻ കാണിച്ചു. സ്മൃതി, നോക്കണം സ്മൃതി. ഒരു ചക്കയാണ് ഇവിടെ ആകെ ഉള്ളത്. ഇത് അരി വെക്കുന്ന പാത്രമാണോ? ഒരു ബിസ്ക്കറ്റ്, അതും കവറ് മാത്രമാണ് സ്മൃതി ഉള്ളത്. നമുക്ക് ആരെങ്കിലും ഒക്കെ തരുന്നതാണ്. അതീവ ദയനീയമായ അവസ്ഥയാണ് പ്രസാദ്. ഇവർക്ക് അറിഞ്ഞിരുന്നില്ല ചേച്ചി, റേഷൻ ഒന്നും കിട്ടുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പോവില്ല കേട്ടോ. നമുക്ക് റേഷൻ കിട്ടുമായിരുന്നോ? റേഷൻ കിട്ടുമോ? അപ്പൊ ഈ ആഴ്ച വാങ്ങിയ അരി എവിടെയാ? ഈ ആഴ്ച കിട്ടിയില്ല. 5-ാം തീയതി കഴിഞ്ഞ് തരത്തുള്ളൂ റേഷൻ കടയിൽ പോയാലും. അപ്പൊ 5-ാം തീയതി വരെ 5-ാം തീയതി വരെ ഇങ്ങനെ താഴെയൊന്നും മേലിന്നൊക്കെ തരുന്ന ആഹാരം കഴിച്ചുകൊണ്ട് കിടക്കും. ഈ റേഷൻ അരി വാങ്ങിയത് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. റേഷൻ അരി വാങ്ങിയത് കഴിഞ്ഞു സ്മൃതി. 5-ാം തീയതിക്ക് ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു പക്ഷേ ഇത് കേട്ടാൽ നമുക്കൊരു പക്ഷേ തോന്നാറുണ്ട് ഈ മാസം. അല്ല, നമുക്ക് പരിഹരിക്കാം. പ്രസാദ്, ഈ ഘട്ടത്തിൽ നമുക്ക് മന്ത്രി കേളു പ്രതികരിച്ചിട്ടുണ്ട്. തത്സമയം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, ഈ വിവരങ്ങൾ പറയുന്നു. മന്ത്രി ഇന്ന് തന്നെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രസാദ്. ഇപ്പോൾ മന്ത്രിയുടെ പ്രതിനിധികൾ എന്തായാലും അവിടേക്ക് വരും, അവിടിന്റെ സാഹചര്യം പഞ്ചായത്തിന്റെ ഇടപെടലിനെ കുറിച്ചുകൂടി പരിശോധിക്കും. നിങ്ങളോട് പറയും. ശ്രുതി സംസാരിച്ചോളൂ, അവർക്ക് കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മന്ത്രി ഇടപെട്ടിരിക്കുന്നു. മന്ത്രി നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീടിന്റെ കാര്യത്തിൽ അത് ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പട്ടിണിയുടെ അവസ്ഥയും മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും പരിശോധിച്ചോളാം. പറഞ്ഞോ മേഡം. മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മന്ത്രിയുടെ സഹായം ഉടനെ ഉണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.